മാഡം, ഈ സിനിമാ ലോകത്ത് ലഹരി ഉപയോഗം വ്യാപിക്കുകയാണ്. ഇപ്പോൾ ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് പിടിയിലാണ്. അതോടൊപ്പം തന്നെ സിനിമയിൽ മറ്റു പലരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് സുലഭമായി എത്തുന്നുണ്ട്. അത് സിനിമാ മേഖലയിൽ മാത്രമല്ല, അല്ലാതെ പുറത്തുമൊക്കെ ഇതിൻ്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്നു. അത് എന്താണത് ഇത്തരത്തിൽ ഇത് വർദ്ധിക്കാനുണ്ടായ സാഹചര്യം? ലഹരി എന്ന് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന പദാർത്ഥങ്ങൾ നേരത്തെ കള്ള്, കഞ്ചാവ് അല്ലെങ്കിൽ മറ്റേ വിദേശ മദ്യം എന്നൊക്കെ പറഞ്ഞിരുന്നതിൽ നിന്ന് മാറി താങ്കൾ തന്നെ ഉന്നയിച്ച പോലെ തന്നെ ഹൈബ്രിഡ് കഞ്ചാവ് തന്നെ ഹൈബ്രിഡായി. പിന്നെ രാസലഹരി, മറ്റ് മയക്കുമരുന്നുകൾ, സ്റ്റാമ്പ്, അങ്ങനെ നമ്മൾക്ക് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരുപാട് പേരുകളിൽ ലഹരി വരികയാണ്. 2-3 കാര്യങ്ങൾ ഇതിലുള്ളത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്ന കുഴപ്പമാണ്. ലഹരിയുടെ ഇത്രയും വ്യാപകമായിട്ടുള്ള വിപണനം ഉണ്ടാകും. ഉപയോഗിക്കാൻ സാധനം കിട്ടിയാലാണ് ഉപയോഗിക്കുള്ളൂ. നമ്മളിവിടെ കാണേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇത്രയും ആളുകളെ പിടിച്ചു. ശ്രീനാഥ് ഭാസിനെ പിടിച്ചു, ഷൈനെ ഓടിച്ചിട്ട് പിടിച്ച്, നേരത്തെ ഷൈനെ പിടിച്ച് ഷൈൻ ഊരിപ്പോരാനുള്ള കാരണം എന്താ? അതിൻ്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തില്ല സർക്കാർ. അല്ലേ, സർക്കാർ പോലീസ് എന്ന് പറഞ്ഞാൽ സർക്കാർ, എക്സൈസ് വകുപ്പ് പ്രൊസീജിയർ കംപ്ലീറ്റ്. അപ്പം പ്രൊസീജിയർ ആക്ട് പ്രകാരം മാൻഡേറ്ററി ഉറപ്പായും ചെയ്യേണ്ട പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയർ ചെയ്തില്ല എങ്കിൽ ആ കേസ് വിട്ടുപോകുന്നു. അത് തയ്യാറാക്കുന്ന പോലീസുകാർക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടും അവരെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്ത്? അത് വിട്ടുപോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അതിന് ഈ ലഹരി ഉപയോഗിക്കുന്നവരെ നമ്മൾക്ക് റീഹാബിലിറ്റേറ്റ് ചെയ്യാമെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ലഹരിയെ തടയാൻ ആത്മാർത്ഥമായി സർക്കാരിന് ആഗ്രഹമുണ്ടെങ്കിൽ സർക്കാർ ലഹരിയുടെ വിപണനം, വിൽപ്പന, അത് കൊണ്ടുവരുന്ന സാധനങ്ങളെയാണ് ആൾക്കാരെയാണ് പിടിക്കേണ്ടത്. ഒരു കേസെങ്കിലും ഇത്ര വർഷമായിട്ട് നമുക്ക് അങ്ങനെ കിട്ടിയ ഇന്ന ആളുകൾ ലഹരി വിൽക്കുന്നവരാണ്, അതുകൊണ്ട് അവരെ പിടിച്ചു എന്ന് പറഞ്ഞ ഒരു കേസ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം ശ്രീനാഥ് ഭാസി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് NDPS ആക്ടിൽ തന്നെ ഉപയോഗത്തിന് വേണ്ടിയാണ് ഇത് സൂക്ഷിക്കണമെങ്കിൽ ശിക്ഷയ്ക്ക് അളവുണ്ട്, അല്ലെങ്കിൽ ഫൈൻ അടച്ചാൽ മതി. കയ്യിൽ വെക്കുന്നതിന് ഇത്ര അളവിലാണ് വെക്കണമെങ്കിൽ പ്രശ്നങ്ങൾ ലഘൂകരിക്കപ്പെടും, ജാമ്യം കിട്ടും. പിന്നെ ഇപ്പൊ അതിലെ ആക്ടില് ഭേദഗതി വരുത്തി സർക്കാർ. അത് ഇത്ര ഗ്രാമാണെങ്കിൽ ഫൈൻ അടച്ചു പോരാ. നേരത്തെ ഇത് എത്ര ഗ്രാമാണെങ്കിലും കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ നോൺ ബെയിലബിൾ ഇഷ്യൂ ക്രൈമാണ്. ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ ഫൈൻ അടച്ചു പോരാം. എത്രയോ കുട്ടികൾ കോടതിയിൽ വന്നിട്ട് ഫൈൻ അവരടക്കണില്ല, പകരം ഏജന്റുകൾ വന്നിട്ട് അടച്ചു പോവാം. അവർ കയറുന്ന കുറ്റം സമ്മതിച്ചു പോവുകയാണ്. അപ്പം ഇതാരുടെ പ്രശ്നം? സർക്കാരിൻ്റെ പ്രശ്നം. ഈ നമ്മുടെ എന്താ അബ്സേഡിറ്റിയാണ്. ഇടതുപക്ഷ ചിന്തകരായിട്ടുള്ള ഭരണാധികാരികളായിട്ടിരിക്കുന്ന എക്സൈസ് മന്ത്രി അടക്കമുള്ള ആളുകൾ ജനങ്ങളോട് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞ പോലെ പാട്ട കൂട്ടാൻ പറയുകയാണ്. ലഹരി പാട്ട കൂട്ടി എങ്ങനെ പോവുക? ലഹരി പോകണമെങ്കിൽ പനിഷ്മെൻ്റ് തന്നെ നടപ്പിലാക്കണം. പനിഷ്മെൻ്റ് ആർക്ക് കൊടുക്കണം? ഇവിടെ കൊണ്ടുവരുന്നവർക്കും വിൽപ്പന നടത്തുന്നവർക്കും കൊടുക്കണം. കൊച്ചു കുഞ്ഞുങ്ങൾക്ക്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ കൊടുത്തിട്ട് മിഠായി പോലെ കൊടുക്കണം. ആ പാവങ്ങൾ അത് വാങ്ങിച്ച് വായിലിട്ട് 2-ാം ദിവസം പിന്നെയും വേണമെന്ന് തോന്നുക. ചേട്ടൻ വഴി അല്ലെങ്കിൽ കൂട്ടുകാർ വഴി. പെൺകുട്ടികൾ അധികവും, എത്രയോ പെൺകുട്ടികൾ ഇത് കഴിച്ചിട്ട് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. നമ്മൾ വെറും പാവങ്ങളായിട്ടുള്ള വീടുകൾ, സാധാരണ ഒരു ഇടത്തരക്കാരായിട്ടുള്ള കുടുംബങ്ങളിലെ പെൺകുഞ്ഞുങ്ങൾ. കേരളത്തിൽ ഇതൊരു അസസ്മെന്റ് ഉണ്ട്, എന്തൊരു കണക്കുണ്ടോ? ലഹരി ഉപയോഗിച്ച് എത്ര ആളുകൾ ഈ വർഷം ഉപയോഗിച്ചു, ഇത്ര ആളുകൾ. മാത്രമല്ല, ഈ വാഹന പരിശോധനകൾ നമുക്കറിയാം. ഇപ്പോൾ ഒരു മദ്യപിക്കുന്നത് ഉദിച്ചു നോക്കിക്കൊണ്ട് അത് പരിശോധിക്കുന്ന ഒരു മദ്യപിച്ച് വരുന്ന ആൾക്കാർക്ക് തക്കതായ ശിക്ഷ, ഫൈൻ കൊടുക്കുന്നു. ഇതിന് യാതൊരു പരിശോധനകളുമില്ല. ഒരു പരിശോധനയുമില്ല. ഇതിന് മാത്രമല്ല, പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരാളിത് ഇപ്പൊ കഞ്ചാവ് വിൽക്കണ പോലും എല്ലാം സാധനം വിൽക്കണത് അറിയാൻ പറ്റില്ല. ഇത്രയും പോരെ, കോടിയാണ് അല്ലെ? ഒരു കൈക്കുമ്പിളിൽ കൊണ്ടാൽ പോലും കോടികളുടെ വില വരുന്ന സാധനങ്ങൾ. അത് സിനിമാ സെറ്റുകളിലൊക്കെ സുലഭമായി എത്തുവാണെന്നാണ്. വരുന്നു, അതാണല്ലോ പ്രധാനം. അത് ഇവര് കണ്ടുപിടിക്കണില്ല. അവിടെ നിന്നാണ് പ്രശ്നം. ആ ലഹരി ഈ സിനിമാ സെറ്റുകൾ ശ്രീനാഥ് ഭാസിക്കും ഷൈൻ ടോമിനും അല്ലെങ്കിൽ അവർ പറയുന്ന മറ്റു പല ആളുകൾക്ക് ആര് കൊണ്ടുകൊടുക്കുന്നു?
ഈ നമ്മൾ യഥാർത്ഥ വിൽപ്പനക്കാരൻ്റെ അടുത്തേക്ക് ഈ എക്സൈസ് ഓഫീസേഴ്സ് ആരെങ്കിലും എത്തിയാൽ അവരെ ബ്ലോക്ക് ചെയ്യുന്നു എന്നാണ് നമ്മൾ കിട്ടുന്ന അറിവ്. മനസ്സിലായ? അപ്പൊ ആരാണ് ലഹരി വിൽപ്പന നടത്തുന്നത്? ഷൈൻ ടോം ചാക്കോയുടെ ഹോട്ടലിൽ തന്നെ അന്ന് ഈ രാവിലെ തന്നെ ഒരു യുവതി എത്തുന്നു, അതോടൊപ്പം മറ്റു പലരും എത്തുന്നു. അതിനുശേഷം 20,000 രൂപയുടെ ഗൂഗിൾ പേ ഇടപാട് നടക്കുന്നു. ഇയാൾ ചാടി ഓടി സിനിമാ സ്റ്റൈലിൽ 3 നില ചാടി സ്വിമ്മിംഗ് പൂൾ വഴി ഓടി രക്ഷപ്പെടുന്നു. ഇനി കഴിഞ്ഞ ദിവസം ലഹരി കേസിൽ പിടിച്ച പെണ്ണ്, മനസ്സിലാ, അവരെ അടുത്തുനിന്ന് എവിടെ നിന്നാണ് ഈ ലഹരി വരുന്നതെന്നും അവരെവിടെ നിന്ന് കൊണ്ടുവരണമെന്നും എങ്ങനെയാണ് അവരുടെ ഈ കേരളത്തിൽ എത്ര അവരുടെ ഏജന്റുമാരുണ്ടെന്നും എല്ലാ ഇതും സർക്കാരിന് കിട്ടിയ അതനുസരിച്ച് ഒരു ഫോളോ അപ്പ് ഉണ്ടായ കേരളത്തിലെ സൊസൈറ്റിയിൽ ഇത് പറയണം. കാരണം എന്താ, സർക്കാർ മൂടി വയ്ക്കാൻ പറ്റില്ല. ഇതൊരു സാധാരണ നമ്മളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമായിട്ട് സർക്കാർ മൂടി വയ്ക്കാൻ പാടില്ല. അപ്പൊ സർക്കാർ തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഉത്തരവാദിയാണ്. നമ്മൾ ജാഥ നടത്തിയോണ്ടോ പ്രകടനം നടത്തിയോണ്ടോ ഒന്നും ഈ പ്രശ്നം, ഇത് കൂടുതൽ ആളുകളിലേക്ക് ഇതിൻ്റെ പ്രചരണം എത്തുകയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ തകർച്ചയാണ്. സമൂഹത്തിൽ വേറെ ഒന്നും ചെയ്യാൻ അവർക്കില്ല. കുട്ടികൾ എന്ത് ചെയ്യും? കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സോഷ്യൽ ആക്ടിവിറ്റീസ് ഉണ്ടോ? ഇല്ല. സ്വാഭാവികമായും ക്യാമ്പസുകളിൽ, ഹോസ്റ്റലുകളിൽ കുട്ടികൾ അത്യാവശ്യം അടിച്ച് ഫിറ്റായി കിടക്കുകയാണ്. അവർക്ക് ജോലിയില്ലല്ലോ. ഈ അധ്യാപകർ തന്നെ എൻ്റെ കൂടെ പഠിച്ച പലരും അധ്യാപകരായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് പോയപ്പം ടീച്ചേഴ്സ് പറയുന്നത് സ്കൂളുകളിലൊക്കെ വന്നിട്ട് ഈ പിള്ളേർ പരസ്പരം ഇങ്ങനെ ഒരു ചലനവും ഇല്ലാതിരിക്കുക. വഴക്ക് പറഞ്ഞാലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിൽ പറഞ്ഞാലോ ഒന്നും ഒരു ചലനവുമില്ലാതെ ഒരു പ്രതിമ പോലെ ഇരിക്കുന്ന കുട്ടികളെയാണ് കാണാൻ കഴിയുന്നത് കൂടുതൽ പേര്. അതെന്തൊരു സമൂഹത്തിൽ ഇപ്പൊ ഈ സെക്സ് റാക്കറ്റിൽ പെടുന്ന പെൺകുട്ടികളാണെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളാണെങ്കിലും അവരെയൊക്കെ കണ്ടുപിടിക്കുന്ന സ്കൂളിൽ നിന്നാണ്. അല്ലാതെ ഇതൊന്നും കണ്ടുപിടിക്കാൻ ഒരു സംവിധാനമില്ല. പിന്നെ നമ്മളുടെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ കുടുംബ ബന്ധങ്ങളിൽ ഇപ്പോൾ ഒരു കുട്ടി 2 കുട്ടിയൊക്കെ അല്ലേ ഉള്ളൂ. അച്ഛനമ്മയ്ക്കും ജോലി ഉണ്ടാവും, ഏത് തരത്തിലുള്ള ജോലിയാണെങ്കിലും. കാരണം അങ്ങനെ അല്ലാതെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെ വേണ്ടത്ര കെയർ ചെയ്യാൻ ആരും കഴിയില്ല. കുറച്ച് സ്വാതന്ത്ര്യവും കേരളത്തിൽ കുട്ടികൾക്ക്. മൊബൈൽ ഉപയോഗം, അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾക്കിതിൽ ആകെ പറയാൻ പറ്റും. സർക്കാരിന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അവയർനെസ്, ഞാൻ മനസ്സിലാക്കിയത് അവയർനെസ് കൂടുതൽ കൊടുക്കുന്നതോറും കൂടുതൽ ആളിലേക്ക് എത്തുന്നതാണ്, എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതല്ല, ഇത് വ്യാപകമാണെന്നേ. ഞാനിപ്പോൾ കൊച്ചിയിൽ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തുന്ന ഒരാളാണ്. കൊച്ചിയിലെല്ലാ സ്കൂളുകളിലും കോളേജുകളിലും തെരുവുകളിലും വഴിയോര കച്ചവടക്കാരുടെ ഇടയിലും ഇപ്പം എനിക്ക് എല്ലാ ഈ മേഖലയിലുള്ള ആളുകളായിട്ട് പരിചയമാണ്. ഒക്കെ ഇത് വരുന്നു, അവരറിയാതെ വരുന്നു, അവരിലേക്ക് എത്തിപ്പെടുന്നു. ചില ആളുകൾ അവിടെ നിന്ന് തന്നെ കച്ചവടം ചെയ്യുന്നു. ആരും ശ്രദ്ധിക്കുന്നു? പോലീസൊന്ന് ഇപ്പം പോലീസ് പിടിക്കാൻ പറ്റുന്ന പോലീസ് ആരാ? സാധാരണ പോലീസിന് പിടിക്കാൻ പറ്റില്ലല്ലോ. എക്സൈസ് വരണ്ടേ, പ്രൊസീജിയർ വേണ്ടേ? അപ്പോഴേക്ക് ഇവർ ഓടിക്കളയും. പക്ഷെ ഷൈന അവിടെ ചാടി ഇറങ്ങി ഓടിയില്ലേ? അതിലെങ്ങനെയാണ് ഷൈന കേസെടുക്കാൻ പറ്റുക? എന്ത് തെളിവുണ്ട്? ഒരാൾ ചാടി ഓടിപ്പോയി എന്ന് പറഞ്ഞിട്ട് തെളിവുണ്ടോ? റിക്കവറി ഇല്ലല്ലോ. അവിടെ ആര് വന്നു അത്തരത്തിലൊക്കെ ഊഹിച്ചടിക്കുന്നത് മാത്രം. ഒരു ക്രൈം രജിസ്റ്റർ ചെയ്യാനൊന്നുമല്ല. ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഭയങ്കര പോലീസിൽ ഷൈന് ഒറ്റ കൊടുക്കപ്പെട്ടതുകൊണ്ടാണ്, പോലീസിൽ നിന്ന് ഇൻഫർമേഷൻ ഷൈന് പോയത് കൊണ്ടാണ് ഷൈൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. അപ്പൊ പോലീസിൽ തന്നെയാണല്ല. അപ്പോൾ ഇത്തരത്തിൽ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ലഹരി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ പെരുമാറ്റ രീതി. അതാണ് ഷൈനും സംഭവിച്ചത്. ഇപ്പം അതിലൊരു നടിയോട് വളരെ മോശമായി പെരുമാറി, വസ്ത്രം മാറാൻ ഞാനും കൂടി വരട്ടെ എന്ന് പറയുന്നു. പക്ഷേ അത് സിനിമാ ലോകത്തുള്ളവർ തന്നെ അതിനെ ഇപ്പം മാലാ പാർവതി അടക്കം പറഞ്ഞ ഇതൊരു നിസ്സാരമായി കാണേണ്ട കേസല്ലേ, ഒരു തമാശയല്ലേ എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അതിനെങ്ങനെ അവരൊരു നടി എന്നതിനുപരി ഒരു സാമൂഹിക പ്രവർത്തക കൂടിയാണ്. മാലാ പാർവതി ഈ വിഷയത്തിലെടുത്ത നിലപാടിനോടുള്ള നമ്മളുടെയൊക്കെ ഒരു വിയോജിപ്പ് നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് അറിയിച്ചിട്ടുണ്ട്. അവരൊരു ഫെമിനിസ്റ്റൊക്കെ ആയിട്ട് നിന്നുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പം മാലാ പാർവതിയുടെ ഒരു ആസ്പെക്റ്റിലും വേണമെങ്കിൽ നമുക്ക് അതിനെ കാണാം. ഏത് ഒറ്റ കാര്യം മാത്രം, ഒരാൾ വെറുതെ തമാശയ്ക്ക് ഇന്ന് ഞാൻ വരട്ടെ എന്ന് ചോദിച്ചു എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ കാണാം. പക്ഷെ അത് ഒരു സ്ത്രീയെ സംബന്ധിച്ച്, അതിൽ താല്പര്യമില്ലാത്ത ഒരാളെ സംബന്ധിച്ച്, ഫ്രണ്ട്സായിട്ട് ആ നിലയിൽ നിൽക്കാത്ത ഒരാളെ സംബന്ധിച്ച് അത് ഇൻസൾട്ടുമാണ്. DV ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. അത് 354 പരിധിയിൽ ഇപ്പോൾ വരും. അതെ.
അത് മാത്രമല്ല അത് അവരിപ്പം അവരുടെ ഒരു പ്രായം പോലെ അല്ലല്ലോ ചിലപ്പോൾ ഒരു വേറൊരു യുവതിയാണെങ്കിൽ. അത് മാത്രമല്ല അനുഭവ സമ്പത്തിൽ നിന്ന് ആളുകൾ ഇതിനേക്കാൾ വലുത് കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള നിലയിൽ ഇരിക്കുന്ന ആളുകൾക്ക് പ്രശ്നമില്ല. ഇല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.